നമസ്കാരം മിത്രങ്ങളെ. നമസ്കാരം. ഞാൻ MS ഈസം. ഞാൻ നുസ്രത് ജഹാൻ. നമുക്കിന്ന് നുസ്രത് ജഹാൻ അക്കയുടെ വീഡിയോ എടുത്ത് അതിന് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട്. എന്തായാലും നമുക്ക് പ്ലേ ചെയ്യാം. ഇന്നലെ പാർലമെന്റിൽ അസുദ്ദീൻ ഉവൈസിയുടെ സത്യപ്രതിജ്ഞ കണ്ടു കാണും എല്ലാവരും. എന്താ പറഞ്ഞതെന്ന് മനസ്സിലായവരുണ്ടാവും, മനസ്സിലാവാത്തവരുണ്ടാവും. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവും. കാണാം. ജയ് ഭീം, ജയ് മീം, ജയ് തെലങ്കാന, ജയ് ഫലസ്തീൻ, തക്ബീർ, അല്ലാഹു അക്ബർ. ഇതാണ് സംഭവം. പാർലമെന്റിൽ സത്യപ്രതിജ്ഞക്കിടയിൽ എന്താ പറയാ, അല്ലാഹു അക്ബർ പറഞ്ഞിട്ടുണ്ട്, പലസ്തീനെ പറ്റിയിട്ട് അനുകൂലിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് സംഭവം. ഇതിനെക്കുറിച്ചാണ് നുസ്രത് ജഹാൻ അക്ക പറഞ്ഞുകൊണ്ടുവരുന്നത്. എന്തായാലും അക്കയോട് തന്നെ ചോദിക്കാം, എന്താ പ്രശ്നം, എന്താ പറഞ്ഞോ? ഭരണഘടന വിരുദ്ധമായ സംഗതിയാണ് ചെയ്തത്. ഭരണഘടന വിരുദ്ധമാണെന്നാണ് നുസ്രത് ജഹാൻ അക്കച്ച് പറയുന്നത്. വിളിച്ചത് പറഞ്ഞല്ല, ജയ് ഫലസ്തീൻ, അതേപോലെ തന്നെ അല്ലാഹു അക്ബർ എന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പാർലമെന്റിൽ നിന്ന് ജയ് ശ്രീരാം എന്നും പറഞ്ഞ് എല്ലാവർക്കും ഇങ്ങനെ ഉച്ചരിക്കാം. ജയ് ശ്രീരാം. പാർലമെന്റിന്റെ അകത്തു നിന്ന് ജയ് ശ്രീരാം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഭരണഘടന വിരുദ്ധമല്ല. അതേ സ്ഥാനത്ത് ജയ് ഫലസ്തീൻ, അതേപോലെ തന്നെ അല്ലാഹു അക്ബർ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഭരണഘടന വിരുദ്ധമാണല്ലേ? എന്താ പറയാനല്ലേ? ഇതാണ് ശരിക്കും പറഞ്ഞ ഒരു സംഖ്യയുടെ ഒരു മൈൻഡ് സെറ്റ്. ഇങ്ങനെയാണുള്ളത്. അത് മാറ്റിയെടുക്കാൻ ഞമ്മക്കാർക്കും കഴിയുകയില്ല. മനസ്സിലായോ? ജയ് ഭീം, ജയ് മീം, ജയ് തെലങ്കാന, ജയ് പാലസ്തീൻ, അല്ലാഹു അക്ബർ. എല്ലാ കച്ചി ഇങ്ങനെയൊക്കെ ഫലസ്തീൻ ജയിക്കണം, അതേപോലെ തന്നെ അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ ആളെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ നാഷണൽ പാർട്ടി ഇല്ലേ, ഇന്ത്യയിലുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു പാർട്ടി ഇല്ലേ, ആ പാർട്ടി എന്താണ് അവർക്കെതിരെ തിരിച്ചടിക്കാൻ പോകുന്നത്? അദ്ദേഹത്തിനെ അസുദ്ദീൻ ഉവൈസിയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കണം. സുദ്ദീൻ ഉവൈസിയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കണം അല്ലേ? എടാ, എനിക്കറിയാൻ മേലിട്ട് ചോദിക്കുകയാണ്. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് പറഞ്ഞുതരാം. ഒരു MP, അതായത് ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് പാർലമെന്റിലോട്ട് പോകുന്ന ആ ഒരു MP യെ ഭരിക്കുന്ന പാർട്ടിക്കാരെ വിചാരിച്ചു കഴിഞ്ഞാൽ പാർലമെന്റിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോ? സത്യസന്ധമായിട്ടാണ് പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് പറഞ്ഞുതരാം. അതിനുള്ള നടപടികള് സ്പീക്കർക്കും പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതിനും അയക്കാൻ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളൊക്കെ തലയിൽ തലച്ചോറല്ല, തലച്ചോറിന് ബദലായിട്ട് അവിടെ വേറെന്തെല്ലോ ആണ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേറൊന്നല്ല, ഈ പാർലമെന്റിൽ നിന്ന് ജയ് ശ്രീരാം വിളിക്കുന്നവർക്കെതിരെ ഒരു നടപടിയില്ല, ഒന്നുമില്ല. ജയ് ശ്രീരാം. അതേ സ്ഥാനത്ത് നിങ്ങൾ മറ്റു വല്ല ദൈവങ്ങളുടെ പേര് ഉച്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെയുള്ള കുറെ ആൾക്കാർ വന്നിട്ട് പാർലമെന്റിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടിയുമായിട്ട് വരും. എന്താ പറയാന്, നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന ആൾക്കാർക്ക് ഇത്രയും വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരായി പോയല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ചിരിയും വരുന്നു, സങ്കടം വരുന്നു. എന്താ പറയാ, ബുദ്ധി വിവരമില്ലല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ഡിസ്ക്വാളിഫൈ ചെയ്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെന്താണ് ഇത്? ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്യാൻ ഇതെന്ത് മത്സരമായിട്ടാണോ? കുറെ ആൾക്കാർ കൂടിയിട്ട് ജയിപ്പിച്ച് വിട്ട ഒരു MP ആണ്. അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും മത്സരിച്ചിട്ട് വീണ്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാ? സത്യപ്രതിജ്ഞയ്ക്ക് അതാണ് അവിടെ പറഞ്ഞത്. ആ പറഞ്ഞതിൽ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളവരെ തോന്നുന്നു. ഒന്നുകൂടി വെച്ച്. ആ കരച്ചലല്ല, കരച്ചല് ഇവളുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഫ്രീ ആണ്. അതിന്റെ ശേഷം സത്യപ്രതിജ്ഞ അങ്ങനെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നോക്ക്. സത്യപ്രതിജ്ഞയ്ക്ക് എന്ത് സത്യപ്രതിജ്ഞക്കോ? അതാണ് അവളെ പറഞ്ഞത്. സത്യപ്രതിജ്ഞയ്ക്ക് മനസ്സിലായി, സത്യപ്രതിജ്ഞക്കല്ലേ? ഇത് പറഞ്ഞിട്ട് കൂടുതലായിട്ട് കളിയാക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു ഇന്ത്യക്കാരിയാണ്. ഇന്ത്യക്കാരി മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞക്ക് എന്നൊക്കെ ആയിപ്പോ, അത് സ്വാഭാവികമാണ്. ഇയാൾക്കെതിരെ നടപടിയെടുക്കണം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഗതികൾ ഇനിയും സത്യത്തിന്റെ അല്ലാണ് മുത്തേ, ഇതൊക്കെ കണ്ടിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ, നിങ്ങളുടെ അവസ്ഥ ഞാനിപ്പോ ആലോചിക്കുന്നത്. ഇത് ഈ സൗണ്ട് ഒന്ന് കേട്ടോക്കടാ വ്യക്തമായിട്ട്. അല്ലേ, ചില ആൾക്കാർക്ക് ചോറ് തിന്നു കഴിഞ്ഞാൽ നെഞ്ചിൽ കെട്ടിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ സൗണ്ടൊക്കെ ഉണ്ടാക്കും. പുറത്തേക്ക് വരുന്നില്ലാടാ സൗണ്ട്. പാവുണ്ടാവും അല്ലേ? നമ്മളൊരു സംഭവം പറയാൻ വേണ്ടി വിചാരിച്ചിട്ട് അത് പറഞ്ഞിട്ട് കളിക്കുമ്പോൾ ജനങ്ങൾ എന്ത് തെറ്റായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവരുടെ ആ ഒരു സമയത്തുള്ള മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഡെമോക്രസിക്ക് വിരുദ്ധമായ സംഗതികൾ തന്നെയാണ് ആ പറഞ്ഞത്. സത്യം തന്നെയാണ്. ഡെമോക്രസിക്ക് വിരുദ്ധമായിട്ടുള്ള പരിപാടി തന്നെയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. പലതും എന്തൊക്കെ എണ്ണിയാ തീരാത്ത അത്രയും ഡെമോക്രസിക്ക് വിരുദ്ധമായിട്ടുള്ള സംഭവങ്ങൾ BJPയും അവരുടെ അനുയായികളും കൂടിയിട്ട് ചെയ്തിട്ടുണ്ട്. ആ പറഞ്ഞത് സത്യം തന്നെയാണ് അമ്മച്ചി. ഇപ്പൊ ഇവരൊക്കെ ഈ അല്ലാണത്തെ ഇനെ കൊണ്ട് കോമഡിയാണ് കേട്ടാ. ഈ നുസ്രത് ജഹാന്റെ വ്യൂവേഴ്സ് ഒക്കെ 1ാം ക്ലാസ്സിലാണുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത്. ഈ അതുകൂടി ബാക്കി പറ. ഭരണഘടന കയ്യിലെഴുതിക്കൊണ്ടാണ് ഇവര് നടക്കുന്നത്. നിങ്ങളൊക്കെ ഇടയിൽ ഭരണഘടന കയ്യിലേന്തിക്കൊണ്ട് തന്നെ നടക്കണം. അല്ലെങ്കിൽ ആ ഭരണഘടന ഇനി ഉണ്ടാവുമെന്ന് പോലും നമുക്ക് സംശയമാണ്. കാരണം അത്രേ ഇടങ്ങാലാക്കി കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെയൊക്കെ. ഭരണഘടനയിലുള്ള പല സംഭവങ്ങളും ഇല്ലാതാക്കി കഴിഞ്ഞു. നിങ്ങളാണ് പിന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഭാരതത്തിന്റെ സംസ്കാരത്തെ, ഭാരതത്തിന്റെ ഡെമോക്രസിയെ ഒരുത്തനും പൊളിക്കാൻ പറ്റൂല എന്നുള്ളത് പ്രൂവ് ചെയ്യണം നമ്മൾ. അങ്ങനെ പറഞ്ഞു കൊടുക്ക് സംഘികളോട്. സംഘികൾ അങ്ങനെയെങ്കിലും മനസ്സിലാക്കട്ടെ. ഭരണഘടന എന്ന് വെച്ചാൽ ഭരണഘടനയെ പറയുന്നത് പോലെ തന്നെ ജീവിക്കണം.
അതൊന്നും ഇവന്മാർ ചിന്തിക്കുന്നില്ല. ഇവന്മാർ മറ്റുള്ള മതക്കാരെ കാണുമ്പോൾ കാലിന് ഹാലളിയ പോലെ എല്ലാത്തിനും തല്ലി കൊല്ലുകയാണ്. നിങ്ങൾ വീണ്ടും ഈ ഭരണത്തിൽ കയറിയതിനു ശേഷം എത്ര ആൾക്കാരെ നിങ്ങൾ തല്ലിക്കൊന്നു എന്ന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? എനിക്ക് തന്നെ അറിയൂല, ഇന്ത്യയിലുള്ള ആളുകൾക്ക് തന്നെ അറിയൂല. മുസ്ലിം ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ അടിച്ചു കൊല്ലുകയാണ് സംഘികൾ. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. We should raise voice against that. സംഘികൾ പറയും ഇതൊക്കെ കേൾക്കുമ്പോൾ ABCDടാ, ഞങ്ങളുടെ പാർട്ടിയുടെ ആൾക്കാരൊക്കെ ABCD പഠിച്ച ആൾക്കാരാണെന്ന്. പിന്നെ എന്തിനീ കഷ്ടപ്പെട്ടിട്ട് മലയാളത്തിൽ വീഡിയോ ചെയ്യുന്നത്? ഇംഗ്ലീഷ് അത്യാവശ്യം നല്ലോണം സംസാരിക്കുന്നില്ലേ? ഇംഗ്ലീഷിൽ തന്നെ വീഡിയോ ചെയ്താൽ പോരെ? എന്തിനാ ഈ ബബ്ബബ്ബ എന്ന് പറഞ്ഞ് മലയാളം സംസാരിക്കുന്നത്? നടപടികൾ എടുക്കുന്നവരെ പുറത്താക്കുക പാർലമെന്റിൽ നിന്ന്. അങ്ങനെ പാർലമെന്റിൽ നിന്ന് ദൈവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരെ പുറത്താക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പാർലമെന്റിൽ BJPയുടെ ഒരൊറ്റ നേതാവ് പോലും ഉണ്ടാവൂല. കാരണം നിങ്ങൾ മതം പറഞ്ഞ് ജയിച്ചു വന്നവർ മാത്രമാണ്. അല്ലാതെ BJP സർക്കാർ കഴിഞ്ഞ 10 വർഷമായിട്ട് ചെയ്ത വികസനം കണ്ടിട്ടൊന്നല്ല ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണുള്ളത്, അതിലും ഏറ്റവും കൂടുതൽ മന്ദബുദ്ധികളാണുള്ളത് എന്നിപ്പോ ഞാൻ പറഞ്ഞു തന്നാലും തെറ്റില്ലാലോ. നിങ്ങളൊന്ന് ആലോചിച്ചോ, അല്ലെങ്കിൽ BJPയെ വീണ്ടും ജയിപ്പിക്കോ? മഹാദേവന്റെ ആ ശക്തി തന്നെയാണ് മോദിജിക്ക്. വെറുതെ അല്ല മോദിജി ഇങ്ങനത്തെ ഫോട്ടോയൊക്കെ എക്സിൽ പങ്കുവെക്കുന്നത്. മഹാദേവന്റെ ശക്തിയുള്ള ഒരാള് ഇങ്ങനത്തെ ഫോട്ടോയൊക്കെ പങ്കുവെച്ചിട്ടില്ലെങ്കിലല്ലേ അതിശയുള്ളൂ അല്ലേ? എന്താ പറയാ, മോദിജി നിങ്ങളെ പോലെ നാണം കെടുത്താണ് നിങ്ങളുടെ മലയാളികളുടെ മുന്നിൽ. ഇതാ ഇവൾ. ബനാറസ് എന്നൊക്കെ പറയുമ്പോൾ ദ വേൾഡ്സ് വൺ ഓഫ് ദ ഫസ്റ്റ് സിറ്റി അല്ലെ? ബനാറസ് വേൾഡ് വൺ ഓഫ് ദ സിറ്റിയോ? അപ്പൊ ചൈനയിലുള്ള സിറ്റികളെല്ലാം സെക്കൻഡ് ആയിരിക്കും അല്ലേ? അതുപോട്ടെ അമേരിക്കയിലുള്ള സിറ്റികളൊക്കെ തേർഡ് ആയിരിക്കും, ദുബായ് ആയിരിക്കും ഏറ്റവും ലാസ്റ്റ് ഉള്ളത്. അങ്ങനെയല്ല ഉദ്ദേശിച്ചു കൊണ്ടുവന്നത്. ഇന്ത്യയിലുള്ള ഒരു സിറ്റിയാണ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രമുള്ള ബുദ്ധിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അതൊക്കെ നമ്മളെ ഭാരതത്തിലാ പറയുമ്പോ അത് കാണാം. ബനാറസ് ആണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ബുദ്ധിയും വിവരമുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ അൺഫോളോ ചെയ്ത് പോയിട്ടുണ്ടാവും. പിന്നെ ബുദ്ധിയും വിവരമില്ലാത്ത കുറെ ആൾക്കാരുള്ളതിനെ കൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് വിശ്വസിക്കും. അതേപോലത്തെ ആൾക്കാരാണല്ലേ നിങ്ങൾ ഫോളോ ചെയ്യുള്ളൂ. ബനാറസിനെ പറ്റി കേൾക്കുക, നമ്മളവിടെ വൃത്തികേടായ ഗംഗ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറയും. പറയേണ്ടത് പറയുക തന്നെ ചെയ്യും. കാരണം വൃത്തികേടായിട്ട് നിൽക്കുന്ന സ്ഥലം ഭയങ്കര വൃത്തിയുള്ളതാണെന്ന് പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ലല്ലോ. ഗംഗാ നദിയിലൊക്കെ അത്രയും മാലിന്യങ്ങൾ കൊണ്ടുപോയി തള്ളുന്ന സ്ഥലമാണ്. അതൊക്കെ വൃത്തികേടായിട്ടുള്ള സ്ഥലം തന്നെയാണ്. അതിന് ആരാധിക്കുന്ന ആ ഒരു ഇപ്പൊ സൂര്യനെ, ഇപ്പോഴും സൂര്യനെ നോക്കി ഒന്ന് കൈകൂപ്പിയാ എന്താ നഷ്ടം വരാനുള്ളത്? സൂര്യനെ നോക്കി കൈകൂപ്പി കഴിഞ്ഞാൽ ഒരു നഷ്ടവും വരാനില്ല. സൂര്യനെ നോക്കി കൈകൂപ്പി കഴിഞ്ഞാൽ എന്താ ലാഭം കിട്ടുക? അതിങ്ങ് പറ. ഒരു ലാഭമില്ലാത്ത ഒരു പരിപാടി ഞാൻ ചെയ്യൂല. അതന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. നഷ്ടമൊന്നുമില്ല, എന്താ ലാഭം? എന്താ? സൂര്യനെ നോക്കി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ആ സൂര്യനെ നോക്കി രാവിലെ എണീറ്റ് ഒന്ന് കൈകൂപ്പിയാല് നമ്മളെ ലൈഫ് മാജിക്കലി നമുക്കത് ചേഞ്ച് ചെയ്യാം. ബുദ്ധി വിവരമുള്ള ആൾക്കാരാണ് കേരളത്തിൽ 90% ഉള്ളത്. അവരോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുമെന്ന് വിചാരിച്ചോ? ബുദ്ധിയില്ലാന്ന് വീണ്ടും തെളിച്ചിരിക്കുകയാണ്. എല്ലാവരും രാവിലെ സൂര്യനെ നോക്കി കൈകൂപ്പണം എന്നാണ് അമ്മച്ചി പറഞ്ഞിട്ടുള്ളത്. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. കമന്റ് ചെയ്യുക. അപ്പൊ ഇതൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഫോളോ ചെയ്യാം. അപ്പോൾ പറയാൻ മറന്നുപോയി, യൂട്യൂബിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരോട് 2 വാക്ക് കൂടി പറഞ്ഞോട്ടെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിൽ അത്യാവശ്യം നല്ല വ്യൂവേഴ്സൊക്കെ ആയി വരുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. പിന്നെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, അത് കാണാൻ ഫോളോ ചെയ്യുക. ഓക്കെ.